കർണാടകയിൽ നമുക്കറിയാം, ഈ സ്നേഹത്തിൻ്റെ കട തുറന്നു, കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്ന രീതിയിലുള്ള വലിയ പ്രഖ്യാപനങ്ങളായിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധി നടന്നു വരുന്നു, കിടന്നു വരുന്നു, പറന്നു വരുന്നു, റീൽസിൻ്റെ എല്ലാം ബഹളമായിരുന്നു. ഇപ്പോൾ സ്നേഹത്തിൻ്റെ കടയിൽ തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ്. ഇനി ഈ പോക്കാണെങ്കിൽ അവിടെ പാർട്ടി തന്നെ കാണുമോ എന്ന സംശയത്തിലേക്ക് പോയിരിക്കണം. കാരണം ഈ രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ തമ്മിലാണ് അവിടെ തമ്മിലടി നടക്കുന്നത്, സിദ്ധരാമയ്യയും അതോടൊപ്പം തന്നെ DK ശിവകുമാറും. ഇങ്ങനെ പോവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചിരുന്നു. അപ്പോൾ വീണ്ടും കർണാടകയിൽ കയറാൻ കഴിയാതെ വീണ്ടും കേരളത്തിലേക്ക് വരേണ്ടി വരുമോ? കർണാടക രാഷ്ട്രീയം വളരെ രസകരമാണ്. വിജിത്ത് പറഞ്ഞതുപോലെ സ്നേഹത്തിൻ്റെ കടയാണ് തുറന്നത്, പക്ഷേ വിൽക്കുന്നത് വെറുപ്പാണെന്നേ ഉള്ളൂ. അതാണ് അവിടുത്തെ പ്രശ്നം. വിജിത്ത് പറഞ്ഞല്ലോ, ഈ രണ്ട് തുല്യ ശക്തികൾ തമ്മിലുള്ളൊരു പോരാട്ടം. അങ്ങനെയല്ല വാസ്തവത്തിൽ. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നും. കാരണം ഈ സിദ്ധരാമയ്യയും DK ശിവകുമാറുമാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ. അതിൽ ഏറ്റവും കരുത്തനാര് എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ആൾബലം കൊണ്ടും ഒക്കെ കരുത്ത് DK ശിവകുമാറിനാണ്. സിദ്ധരാമയ്യ ഈ ജനതാ പാർട്ടികളിലൂടെ വളർന്നു വന്ന ഒരു പിന്നാക്ക സമുദായത്തിൽപ്പെട്ട നേതാവാണ്. പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വോട്ടുകൾ ധാരാളമായിട്ട് പിടിക്കാൻ കഴിയുന്ന, അതിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു നേതാവാണ്. ഒപ്പം മുസ്ലിം വോട്ടും, അതായത് കടുത്ത ഹിന്ദു വിരുദ്ധത പറഞ്ഞു, നമ്മളീ പറയുന്ന ഇന്നത്തെ സോക്കാൾഡ് ഒരു ഹിന്ദു മതമുണ്ടല്ലോ, നമ്മുടെ ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന പ്രധാനപ്പെട്ട അവിടുത്തെ സമുദായങ്ങൾ ലിംഗായത്ത്, ഒക്കലിംഗ തുടങ്ങിയ സമുദായങ്ങളാണ്. അങ്ങനെയുള്ള ആ ഒരു സവർണ OBC വിഭാഗത്തിൽപ്പെട്ട ജാതിക്കാരെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് പട്ടികജാതിക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ഇതിനെ എതിരിട്ട് നിൽക്കുകയും ചെയ്യുന്നു എന്നൊരു പ്രതീതി സിദ്ധരാമയ്യ വരുത്തിയത് കൊണ്ട് മുസ്ലിം വോട്ടും സിദ്ധരാമയ്യയ്ക്ക് വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സിദ്ധരാമയ്യ അതിൻ്റെ ഒരു ഐക്കണായി മാറിയിരിക്കുന്നത്. ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് സിദ്ധരാമയ്യയെ അങ്ങനെ കൈവിടാൻ സാധിക്കില്ല. സിദ്ധരാമയ്യ പിണങ്ങിയാൽ അത് കോൺഗ്രസ്സിന് അവിടെ വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഇതാണ് ഈ DK ശിവകുമാറിനെ ചൊടിപ്പിക്കുന്നത്. DK ശിവകുമാറാണ് പണം കൊണ്ടുവരുന്നത്. DK ശിവകുമാർ ചോദിച്ചാൽ വലിയ വലിയ വ്യവസായികൾ പണം കൊടുക്കും. വ്യവസായം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളീ പറയുന്നത് പോലെ 4-5 കോടിയൊന്നുമല്ല, സഹസ്ര കോടീശ്വരന്മാരുടെ ഒരു നാടാണ് കർണാടക. ശതകോടീശ്വരന്മാരും മോശക്കാരല്ല. അവിടെ നിസ്സാരം 1-2 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നൊന്നും പറഞ്ഞാൽ അവിടെ ഒരു കാര്യമേ അല്ല. അല്ല, ഈ MLA-മാരിൽ ഏറ്റവും വലിയ ധനികൻ ഇപ്പോൾ ഒരു ആന്ധ്രാപ്രദേശിലൊരു TDP നേതാവാണ്. ഇതിന് മുൻകാലങ്ങളിൽ കർണാടകയിലെ അതെ ശിവകുമാറായിരുന്നു. അതുപോലെ കർണാടകയിലെ ബെല്ലാരി സഹോദരന്മാർ, ഈ ബെല്ലാരി സഹോദരന്മാർ പണ്ട് കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു, സോണിയയ്ക്കൊപ്പമായിരുന്നു. അവർ ഈ യെദ്യൂരപ്പയുടെ ഓപ്പറേഷൻ ലോട്ടസ് എന്നൊരു വാക്ക് നമ്മൾ കേൾക്കുന്നത് ഈ 2008-2009 ആ കാലത്തൊക്കെയാണ്. അന്ന് ഓപ്പറേഷൻ ലോട്ടസിലൂടെ യെദ്യൂരപ്പ അവരെ തൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുവന്നു, BJP-യിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ BJP-യിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ വലിയ കുഴപ്പക്കാരായി. അവർക്കില്ലാത്ത കുറ്റമൊന്നുമില്ല. അവർ ഈ എന്താ പറയുക, പണം കൊടുത്ത് സ്ഥാനമാനങ്ങൾ വാങ്ങുന്നവരായി, പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നവരായി. അതിനു മുമ്പ് കോൺഗ്രസ്സിൽ നിൽക്കുമ്പോൾ അവർക്കൊരു കുഴപ്പമില്ല, അവർക്കൊരു കുറ്റവുമില്ല. പിന്നെ അവരുടെ വ്യവസായത്തിൽ മുഴുവനും മനുഷ്യത്വഹീനമായ പ്രവൃത്തികൾ, അവർ ഭൂമി കയ്യേറുന്നു, തൊഴിലാളി പീഡനം നടത്തുന്നു, അന്യായമായിട്ട് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇതൊക്കെയാണ് പിന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മാധ്യമങ്ങളുടെ പക്ഷപാതപരമായ പെരുമാറ്റം എന്താണെന്ന് നമുക്കറിയാം. അങ്ങനെ ഈ കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്ന വലിയ വ്യവസായികൾ BJP-യിലേക്ക് ചുവടുമാറുന്ന കാഴ്ചയാണ് ആ 2006 ശേഷം നമ്മൾ കാണുന്നത്. അതിൽ യെദ്യൂരപ്പയ്ക്ക് വലിയ പങ്കുണ്ട്. ലിംഗായത്ത് സമുദായത്തിൻ്റെ പ്രതിനിധിയായ യെദ്യൂരപ്പ ആണ് അവിടെ പാർട്ടിയെ വളർത്തിയതും രാഷ്ട്രീയം നന്നായിട്ട് ഒരു കേരളത്തിലെ ലീഡർ എങ്ങനെയായിരുന്നു അതുപോലെ കർണാടകത്തിലെ ഒരു ലീഡറായി മാറി യെദ്യൂരപ്പ. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച ഈ DK ശിവകുമാറിൻ്റെ വരവാണ്. DK ശിവകുമാർ കോൺഗ്രസ്സിനുള്ളിൽ പണം കണ്ടെത്താൻ കഴിയുന്ന, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും പാർട്ടിയെ കൊണ്ട് നടക്കാനും ഒക്കെ പണം കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് DK ശിവകുമാറാണ്. DK ശിവകുമാറിൻ്റെ ആ കഴിവിൻ്റെ അടുത്തൊന്നും എത്തില്ല സിദ്ധരാമയ്യ. പക്ഷേ എങ്കിലും സിദ്ധരാമയ്യയുടെ കയ്യിൽ ഒരു വോട്ട് ബാങ്കുണ്ട്. ഇതാണ് ഹൈക്കമാൻഡിനെ വിട്ട് വലയ്ക്കുന്നത്.
ഹൈക്കമാൻഡിന് സിദ്ധരാമയ്യയെ കളയണോ ഡി കെ ശിവകുമാറിന് കൈ കൊടുക്കണോ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാറിനെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ഉപമുഖ്യമന്ത്രിയുമാക്കി ഒരു കോംപ്രമൈസ് എത്തിയത്. 2.5 വർഷം കഴിയുമ്പോൾ പരസ്പരം മാറ്റി കൊടുക്കാം എന്നൊരു തീരുമാനത്തിലാണ്. പക്ഷേ സിദ്ധരാമയ്യ വഴങ്ങുന്നില്ല. സിദ്ധരാമയ്യ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ രീതിയിൽ ഓഫറുകൾ കൊടുത്തു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതുപോലെ പെൻഷൻ, ഇങ്ങനെ ഈ ക്ഷേമ ആനുകൂല്യങ്ങളുടെ പെരുമഴ പെയ്യിച്ചാണ് ഈ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നത്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP സർക്കാരിനെതിരെ അവിടെ ജനവികാരം ശക്തമായിരുന്നു. എന്നിട്ടും BJP അവിടെ 66 സീറ്റിൽ എന്തോ ജയിച്ചു. നിസ്സാര കാര്യമല്ല. ഞാൻ കരുതിയിരുന്നത് 40 സീറ്റിലേക്ക് താഴേക്ക് BJP പോകുമെന്നാണ്. പക്ഷേ BJP അവിടെ 66 സീറ്റിൽ ജയിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഡി കെ ശിവകുമാർ വളരെ അതൃപ്തനാണ്. അദ്ദേഹം ഒക്കലിംഗ സമുദായക്കാരനാണ്. ഈ ഒക്കലിംഗ സമുദായത്തിന് കോൺഗ്രസിലും BJPയിലും ഒരുപോലെ സ്വാധീനമുണ്ട്. ഈ ഗൗഡ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. നേരത്തെ അവർ ജനതാദളിൽ വലിയ സ്വാധീനമുള്ളവരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് BJPയിലും സ്വാധീനമുണ്ട്, കോൺഗ്രസിലും സ്വാധീനമുണ്ട്. ഇവിടെ ഈ ലിംഗായത്തുകളും ഒക്കലിംഗരും ഇവരൊക്കെ പരസ്പരം പല പ്രശ്നങ്ങളുണ്ട്. ജാതീയമായ പോരുകളുണ്ട്, ജാതീയമായ അസ്വസ്ഥതകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. എങ്കിലും ഈ ലിംഗായത്തുകളും ഒക്കലിംഗരും കൂടെ ഒരുമിച്ചാൽ അത് കർണാടകയുടെ ചരിത്രത്തിൽ മറ്റൊരു എന്താ പറയുക വലിയൊരു മാറ്റം അത് കൊണ്ടുവരും. അത് BJPക്ക് കുറേയൊക്കെ സാധിച്ചതുകൊണ്ടാണ് യെദ്യൂരപ്പയെ പോലുള്ളവർ ഭരണത്തിൽ വന്നത്. ഇപ്പോൾ അത് വീണ്ടും ഒരു വല്ലാത്ത അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്നേഹത്തിൻ്റെ കടയിലെ വെറുപ്പിൻ്റെ വിൽപ്പന, അത് അവിടുത്തെ ഈ ലിംഗായത്തുകാരെയും ഒക്കലിംഗരെയും ഒക്കെ വലിയ തോതിൽ അസ്വസ്ഥരാക്കുന്നുണ്ട്. അവർക്ക് വലിയ സംഘർഷങ്ങൾ അത് സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ കർണാടക രാഷ്ട്രീയം ഇങ്ങനെ പുകഞ്ഞ് ഭാവിയിൽ അതെന്തായിത്തീരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇവർ ലിംഗായത്തുകളും ഒക്കലിംഗരും ഒരുമിച്ചാൽ അതവിടെ ചരിത്രമായി മാറും. കോൺഗ്രസിൻ്റെ പൊടി പോലും കാണില്ല കണ്ടുപിടിക്കാൻ എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതിന് ആകെ ഉള്ളത് ശിവകുമാർ കോൺഗ്രസ് വിടേണ്ടി വരും എന്നുള്ളതാണ്. ഒരു പക്ഷേ അദ്ദേഹം വിട്ടിട്ട് BJPയിലോ ജനതാദളിലോ ചേർന്നാൽ ചരിത്രം മറ്റൊന്നാകും. അത് ഒരു BJPയുടെ എല്ലാ കാലത്തും ഒരു തന്ത്രമാണ് ഈ പിളർത്തിയിട്ട് സ്വന്തം പാർട്ടി രൂപീകരിപ്പിക്കുക. അങ്ങനെ എന്നിട്ട് അവരെ പിന്നീട് BJPയിൽ ലയിപ്പിക്കുക. അതാണ് ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്നത്. അതാണ് ശിവകുമാറിന് അവിടെ ഒരു ഒറ്റയ്ക്ക് ഒരു പാർട്ടി രൂപീകരിക്കാൻ കഴിവുള്ള ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പുറകിലൊരു സമുദായമുണ്ട്. ആ സമുദായത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അതൊക്കെ കൊണ്ട് തന്നെ ഭാവിയിൽ BJP അത്തരത്തിലുള്ള നീക്കങ്ങൾ BJP നടത്തിയേക്കാം. BJP അതിനൊക്കെ സമർത്ഥരാണ്. കോൺഗ്രസും അത്ര മോശക്കാരല്ല. ഡി കെ ശിവകുമാറും അതിനൊക്കെ സമർത്ഥനായ ആളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹത്തിൻ്റെ കട, വെറുപ്പിൻ്റെ വിൽപ്പന നടക്കുന്ന സ്നേഹത്തിൻ്റെ കട എപ്പോൾ വേണമെങ്കിലും പൂട്ടാം. കർണാടകയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ ഡി കെ ശിവകുമാറിൻ്റെ കൂടെയുള്ള MLA-മാരുടെ എണ്ണം അത്ര ചെറുതല്ല. അവർ ഒരു തീരുമാനമെടുത്ത് ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഇപ്പോഴത്തെ ഭരണം വിട്ടാൽ അതോടുകൂടി സ്നേഹത്തിൻ്റെ കട പൂട്ടുമെന്ന് മാത്രമല്ല, അത് പൊളിഞ്ഞു വീഴുമെന്നും ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ പിന്നെ BJPക്ക് അവിടെ വലിയ സാധ്യതയുണ്ട്. ഒരുപക്ഷെ BJP നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയിലേക്ക് ഇവർ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അവിടെ ഭാവിയിൽ അതൊരു വലിയ മാറ്റം അവിടെ കൊണ്ടുവരും. പ്രത്യേകിച്ചും ബെല്ലാരി സഹോദരന്മാരടക്കമുള്ള വലിയ പണച്ചാക്കുകൾ BJPക്ക് ഒപ്പം നിൽക്കുമ്പോൾ, വലിയ വ്യവസായികൾ BJPക്ക് ഒപ്പം നിൽക്കുമ്പോൾ കർണാടകയിൽ എന്തും സംഭവിക്കാം.